Hello, students. We were discussing Janet Armstrong and I stand with you against the disorder. So, in the last class, Janet Armstrong was telling us about her own community, that is the Okanagan community, about her family. She gave us a clear cut description of her mother, father, the tribe into which both of them belong, and she was introducing herself, or she was introducing her identity to the readers. And we also discussed the importance of identity in the life of each of us. ഓക്കെ, ഓരോരുത്തരുടെയും ലൈഫിലെ ഐഡൻറ്റിറ്റിയുടെ ഇമ്പോർട്ടൻസും അത് കൊണ്ടുവരുന്ന റെസ്പോൺസിബിലിറ്റീസിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ ജാനറ്റ് ആംസ്ട്രോങ് റിവീൽഡ് ഹെർ ഓൺ ഐഡൻറ്റിറ്റി ടു അസ്. And I also told you that in the coming paragraphs she will be focusing on the her own identity, and uh, she'll be trying to give us more details about the distinct features of her own community. ഓക്കെ, അപ്പോൾ ഓക്കനാഗൻ കമ്മ്യൂണിറ്റിയുടെ കുറച്ച് ഡിസ്റ്റിൻറ്റ് ഫീച്ചേഴ്സ് നമ്മുടെ ഓതർ നമുക്ക് പറഞ്ഞു തരാണ് ചെയ്യുന്നത്. ഓക്കെ, so let's begin. So we'll begin with the last paragraph of this page, and she is telling us that the way we talk about ourselves as Okanagan people is difficult to replicate in English. So she says that Okanagan is a language which is very difficult to replicate in English. അതായത് ഓക്കനാഗൻ ലാംഗ്വേജ് ഹാസ് ഗോട്ട് ഇറ്റ്സ് ഓൺ യുണീക്നെസ്. ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ട്രാൻസ്ലേറ്റ് ഓക്കനാഗൻ ഇൻ ടു എ ഫോറിൻ ലാംഗ്വേജ്. ഓക്കെ, അപ്പം ഓക്കനാഗൻ ലാംഗ്വേജിലുള്ള പല വേർഡ്സും നമുക്ക് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. വി കാൺട്ട് ഫൈൻഡ് ദി പ്രിസൈസ് വേർഡ്സ് ഫോർ എ ഓക്കനാഗൻ വേർഡ് ഇൻ ഇംഗ്ലീഷ്. പല വാക്കുകൾക്കും അതിൻ്റെ കറക്റ്റ് മീനിങ് അല്ലെങ്കിൽ കറക്റ്റ് വേർഡ്സ് നമുക്ക് മറ്റൊരു ലാംഗ്വേജിൽ കാണാൻ പറ്റില്ല. Okay, so the language is very unique. Then in the next page, she is describing the Okanagan people. Okay, Okanagan people. Who are these people? അവരെ കുറിച്ചിട്ട് ഉള്ള ഇൻഫർമേഷനാണ് നമുക്ക് പേജ് നമ്പർ 32യുടെ ഫസ്റ്റ് പാരഗ്രാഫിൽ ജാനറ്റ് ആംസ്ട്രോങ് തരുന്നത്. Okay, so she says that she was saying the one who are dream and land together. So she's talking about Okanagan people. Okanagan people are the ones who are dream and land together. That is the definition that she gives to Okanagan people. They are the people, they are the ones who are dream and land together. Then in the second line she says, we are living dreaming earth pieces. We are living dreaming earth pieces. Then in the last line you can see her telling that we are dream, memory and imagination. ഓക്കെ, അപ്പോൾ ഓക്കനാഗൻ പീപ്പിൾ അവരെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ജാനറ്റ് ആംസ്ട്രോങ് പറയുന്ന മൂന്ന് കാര്യങ്ങളാണ്. വി ആർ ദ ഡ്രീം ആൻഡ് ലാൻഡ് ടുഗെദർ. ദെൻ ഇൻ ദ സെക്കൻഡ് ലൈൻ ഷി സേസ് വി ആർ ലിവിങ് ഡ്രീമിങ് എർത്ത് pieces, and she says in the last line of that paragraph, we are dream, memory and imagination. See, ഈ മൂന്ന് സെൻറ്റൻസുകളിലും ഈ മൂന്ന് സ്റ്റേറ്റ്മെൻറ്റ്സിലും ഒരു കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന കാര്യം എന്താണ്? ഡ്രീം എന്നുള്ള എലമെൻ്റ് ആണ്, isn't it? So she says that dream is the closest word that approximate the Okanagan. അപ്പം ഓക്കനാഗൻസിനെ ഡിഫൈൻ ചെയ്യുമ്പോൾ, ഓക്കനാഗൻസിനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും ഓക്കനാഗൻസിനോടായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു ടേമാണ് ഡ്രീം എന്ന് പറയുന്നത്. ഓക്കെ, ഡ്രീം. ബട്ട് ആ വേർഡ് ഡസൻ പ്രിസൈസ്ലി മീൻ ഡ്രീം. ഓക്കെ, അപ്പം ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഡ്രീം എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജിലുള്ള ഡ്രീം അല്ല. ഓക്കെ, ഇറ്റ് ആക്ച്വലി മീൻസ് ദി അൺസീൻ പാർട്ട് ഓഫ് അവർ ഉള്ളൊരു വികാരം വരുന്നത് ഏറ്റവും മൂന്നാമതാണ്. അപ്പോൾ അവിടെ എന്താണ് പറയുന്നത്? യൂണിറ്റി, കമ്മ്യൂണിറ്റി, ഹാർമണി, എന്താണ് ഒരു ടുഗെദർനെസ്, ആ ഒരു കാര്യത്തിനാണ് ഓക്കനാഗൻസ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് ചാപ്റ്റർ. ഹോപ്പ് ദ തിങ്സ് ആർ ക്ലിയർ. അപ്പോൾ ഓക്കനാഗൻ കമ്മ്യൂണിറ്റീസിനെ കുറിച്ചിട്ടും ഓക്കനാഗൻസിൻ്റെ ഡിസ്റ്റൻറ്റ് ഫീച്ചേഴ്സിനെ കുറിച്ചിട്ടുമാണ് ജാനറ്റ് ആംസ്ട്രോങ് പറയുന്നത്. ആൻഡ് ആദ്യം അവരുടെ ഐഡൻറ്റിറ്റീനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. പിന്നീട് ആ ഒരു 4 കപ്പാസിറ്റീസിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അവരുടെ ബിലീവ്, അവരുടെ ട്രഡീഷണൽ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ആൻഡ് ഷീ സംസ് അപ്പ് വിത്ത് ദി
കോൺസെപ്റ്റ് ഓഫ് കമ്മ്യൂണിറ്റി ആൻഡ് ഫാമിലി. അതിൻ്റെ ഒരു ഓർഡർ, ആദ്യം കമ്മ്യൂണിറ്റി, പിന്നെ ഫാമിലി, പിന്നെ ഹ്യൂമൻ ബീങ്സ് അല്ലെങ്കിൽ സെൽസ് എന്നുള്ള ഒരു രീതി. സോ ഹിയർ ഡ്രീം മീൻസ് ദി അൺസീൻ part of our existence as human beings. Okay, so what is this unseen part of human beings? Human beings in the unseen part എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് മേ ബി ദി മൈൻഡ് ഓർ ദി സ്പിരിറ്റ് ഓർ ദി ഇൻ്റലക്ട്. ഓക്കെ, അപ്പം നമ്മുടെ മനസ്സ് അല്ലെങ്കിൽ സ്പിരിറ്റ് അല്ലെങ്കിൽ ഇൻ്റലക്ച്വൽ എബിലിറ്റി, അതിനെയാണ് ഇവിടെ ഡ്രീം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ദ ക്ലോസസ്റ്റ് വേർഡ് ദാറ്റ് ക്യാൻ അപ്രോക്സിമേറ്റ് ടു ഓക്കനാഗൻ പീപ്പിൾ അക്കോർഡിംഗ് ടു ജാനറ്റ് ആംസ്ട്രോങ് ഇസ് ഡ്രീം. ഓക്കെ, അപ്പോൾ ഡ്രീം എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? സ്വപ്നം എന്ന് പറഞ്ഞാൽ ഡ്രീം അല്ല, ബട്ട് ഇറ്റ് ഈസ് ദി മൈൻഡ് ഓർ സ്പിരിറ്റ് ഓർ ഇൻ്റലക്റ്റ്. അപ്പോൾ ഓക്കനാഗൻ എന്ന് പറയുമ്പം അത് എന്താണ്? ഇറ്റ് ഈസ് ദെയർ മൈൻഡ്, ഇറ്റ് ഈസ് ദെയർ സ്പിരിറ്റ്, ഇറ്റ് ഈസ് ദെയർ ഇൻ്റലക്റ്റ്. ഓക്കെ, അപ്പോൾ അത്രയും അടുത്താണ് അവരുടെ ആ ഒരു ഒക്കനാഗൻ എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ അവർക്ക് വരുന്ന കാര്യങ്ങൾ. ഓക്കെ, സോ ഒക്കനാഗൻ മീൻസ് സോ ഡ്രീം മീൻസ് their mind, their spirit, and their intellect. Okay. Another part of the word means that if you take a number of strands of hair or twine, place them together, then rub your hands and bind them together, they become one strand. ഓക്കെ, അപ്പം ഇനി ഓക്കനാഗനെ കുറിച്ച് പറയുമ്പോൾ കുറച്ചുകൂടി ഒന്ന് ഡ്രീമാണ്, മറ്റൊരു വാക്ക് ഓക്കനാഗനുമായിട്ട് എടുത്ത് നിൽക്കുന്ന മറ്റൊരു വാക്കിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് നെക്സ്റ്റ് പാരഗ്രാഫിൽ ജാനറ്റ് ആംസ്ട്രോങ് is introducing an analogy. Okay, analogy എന്ന് വെച്ചാൽ എന്താണ്? കമ്പാരിസൺ. Okay, so she's bringing an analogy of a hair strand or a twine. ഓക്കെ, അപ്പോൾ ഒരു മുടിയിഴ, പിന്നെ ട്വൈൻ, കുറച്ച് ത്രെഡ്സ്, അതിൻ്റെയൊക്കെ ഒരു കമ്പാരിസൺ കൊണ്ടുവരാണ്. വാട്ട് ഈസ് ദ കമ്പാരിസൺ? സി വി നീഡ് ടു ടേക്ക് സം സ്ട്രാൻഡ്സ് ഓഫ് ഹെയർ ഓർ സം സ്ട്രാൻഡ്സ് ഓഫ് thread, and once we rub these strands or thread within our hands, what happened to those strands? എന്താണ് സംഭവിക്കുക? They get united or they get binded to form a one single strand. Okay, അപ്പം നമ്മൾ നൂലുകൾ കയ്യിലിട്ട് ഇങ്ങനെ റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ അതൊറ്റ സിംഗിൾ സ്ട്രാൻഡായിട്ട് മാറും. ഓക്കെ, സോ ദിസ് സിംബോളിക്കലി മീൻസ് ദാറ്റ് എന്താണ്? ഒറ്റയ്ക്ക് നിൽക്കുന്ന ത്രെഡും യുണൈറ്റഡ് ആയിട്ട് നിൽക്കുന്ന ത്രെഡും എന്താണ്? യുണൈറ്റഡ് ആയിട്ടുള്ള ത്രെഡാണ് സ്ട്രോങ്ങർ. ഓക്കെ, അപ്പോൾ ഈ ഒരു അനലോജിയിലൂടെ പറയുന്നത് വാട്ട് ജാനറ്റ് ആംസ്ട്രോങ് ഇസ് ട്രൈയിങ് ടു സേ ഇസ് ദാറ്റ് ഷീസ് ട്രൈയിങ് ടു tell us the importance of unity or the significance of unity. ഓക്കെ, സോ ആ ഒരു കമ്പാരിസൺ വെച്ചിട്ടാണ് യൂണിറ്റിയുടെ ഇമ്പോർട്ടൻസ് ജാനറ്റ് ആംസ്ട്രോങ് നമ്മൾക്ക് പറഞ്ഞു തരുന്നത്. അതായത് ഒറ്റയ്ക്ക് നിൽക്കുന്നതും യുണൈറ്റഡ് ആയിട്ട് നിൽക്കുമ്പോഴും ഏതാണ് കുറച്ചുകൂടി സ്ട്രോങ്? യുണൈറ്റഡ് ആയിട്ട് നിൽക്കുമ്പോഴുള്ളതാണ്. അപ്പം യൂണിറ്റി എന്നുള്ളത് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് നിൽക്കുമ്പോഴുള്ള ആ ഒരു കാര്യം. അപ്പോൾ യൂണിറ്റി അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയാണ് ഓക്കനാഗൻ പീപ്പിളുമായിട്ട് നമുക്ക് എടുത്തു വെക്കാൻ പറ്റുന്ന മറ്റൊരു ടേം. ഓക്കെ, സോ ഓക്കനാഗൻ പീപ്പിൾ നമ്മൾ ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ രണ്ട് വാക്കുകളാണ് ജാനറ്റ് ആംസ്ട്രോങ് പറയുന്നത്. ഒന്ന് ഡ്രീമും ഒന്ന് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഈ യൂണിറ്റി. ഓക്കെ, ഈ രണ്ട് ടേംസാണ് ഓക്കനാഗൻ പീപ്പിളായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്നതെന്നാണ് ജാനറ്റ് ആംസ്ട്രോങ് പറയുന്നത്. സോ ദാറ്റ് ആർ ദ തിങ്സ് ദാറ്റ് ആർ ബീൻ ഡിസ്കസ്ഡ് ഇൻ ദ ഫസ്റ്റ് 2 paragraphs. Then she goes on, I explain this to try to bring our whole society I explained this to try to bring our whole society closer that kind of understanding, because without that deep connection to environment, to the earth, to what we actually are, to what humanity is, we lose our place and confusion and chaos enters. ഓക്കെ, അപ്പോൾ പറയുന്നത് ഇതേപോലെ നമ്മൾ നമ്മുടെ ഈ സറൗണ്ടിങ്സ് ആയിട്ട്, നമ്മുടെ എൻവയൺമെൻ്റ് ആയിട്ട്, നമ്മുടെ ഏർത്തുമായിട്ട്, നമ്മളുടെ ഇമ്മീഡിയറ്റ് സറൗണ്ടിങ്സ്, നമ്മൾ ഹ്യൂമാനിറ്റി ആയിട്ട് ഒരു കണക്ഷൻ, ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് നമ്മൾ മുമ്പോട്ട് പോയിട്ടില്ലെങ്കിൽ, ഒരു കണക്ഷൻ നമ്മൾ കീപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ, ലൈഫ് വിൽ ബി അട്ടർ കെയോസ് ആൻഡ് കൺഫ്യൂഷൻ. നമുക്ക് ജീവിതത്തിൻ്റെ തന്നെ താളം തെറ്റും, എല്ലാം കൺഫ്യൂഷനും, എല്ലാം എന്താണ് കെയോസ് ആൻഡ് കൺഫ്യൂഷനായിപ്പം എല്ലാം പ്രശ്നത്തിലാകും എന്നാണ് പറയുന്നത്. സോ ഷീസ് ടെല്ലിങ് അസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് community or importance of being united. Okay,
When we Okanagan speak of ourselves as individual, we speak of four main capacities that operate together: the physical self, the emotional self, the thinking intellectual self, and the spiritual self. The four selves join us to the rest of the creation. സോ അടുത്തതായിട്ട് പറയുന്നത് ഫോർ ടൈപ്സ് ഓഫ് കപ്പാസിറ്റീസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇറ്റ് ഇസ് ദീസ് ഫോർ കപ്പാസിറ്റീസ് ദാറ്റ് മേക്ക് ആൻ ഓക്കനാഗൻ പീപ്പിൾ. ഓക്കെ, ഇപ്പം ഒരു ഓക്കനാഗൻ കമ്മ്യൂണിറ്റീനെ അല്ലെങ്കിൽ ഒരു ഓക്കനാഗൻ പേഴ്സണിനെ ഓക്കനാഗൻ എന്നുള്ള ആ ഒരു യുണീക്ക് ഐഡൻറ്റിറ്റിയിലോട്ട് കൊണ്ടുവരുന്നത് ഈ നാല് കപ്പാസിറ്റീസാണ്. ആൻഡ് ജാനറ്റ് ആംസ്ട്രോങ് സേസ് ദാറ്റ് it is these four capacities that unite the Okanagan people to the rest of the creation. അതായത് ഔട്ടർ വേൾഡുമായിട്ട് അവരെ കണക്ട് ചെയ്യുന്നത് ഈ ഫോർ കപ്പാസിറ്റീസ് അല്ലെങ്കിൽ എബിലിറ്റീസ് ആണ്. വാട്ട് ആർ ദേ? അതിനെക്കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ആ കപ്പാസിറ്റീസ് ആ പാരഗ്രാഫ് പറയുന്നുണ്ട്. ഏതൊക്കെയാണ്? ദ ഫോർ കപ്പാസിറ്റീസ് ആർ: ഫസ്റ്റ് വൺ ഇസ് ഫിസിക്കൽ സെൽഫ്, then comes the emotional self, then thinking and intellectual self, ആൻഡ് സ്പിരിച്വൽ സെൽഫ്. ഈ നാല് കപ്പാസിറ്റീസാണ് ഇനി അങ്ങോട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഇതിൽ ലാസ്റ്റ് പറഞ്ഞിട്ടുള്ള സ്പിരിച്വൽ സെൽഫിനെ കുറിച്ചിട്ടുള്ള റെഫറൻസ് അധികം വരുന്നില്ല. ഈ ആദ്യത്തെ മൂന്ന് കാര്യങ്ങളിലാണ് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഓക്കെ, പിന്നെ ഈ ഫോർ കപ്പാസിറ്റീസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വേറൊരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഓൾ ദീസ് കപ്പാസിറ്റീസ് ഷുഡ് ഓപ്പറേറ്റ് ഇൻ എ ബാലൻസ്ഡ് ഫോം ഇൻ ആൻ ഇൻഡിവിജ്വൽ. ഈ നാല് കപ്പാസിറ്റീസും ഒരു ബാലൻസ്ഡ് ഫോമിൽ പോയാൽ മാത്രമേ ഒരു ഇൻഡിവിജ്വലിന് കംപ്ലീറ്റ് ആകുന്നുള്ളൂ. ഓക്കെ, ഇതിലേതെങ്കിലും അൺബാലൻസ്ഡ് ആയി കഴിഞ്ഞാൽ ആ ഇൻഡിവിജ്വലിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാകും. ഫോർ എക്സാമ്പിൾ, if the thinking capacity is not going hand in hand with the emotional self. ഓക്കെ, ഇപ്പം ഒരാളുടെ തിങ്കിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഈ ഇമോഷണൽ കപ്പാസിറ്റീനെക്കാട്ടിലും കുറവാണെന്ന് വിചാരിക്കുക. അതായത് ഇമോഷണൽ സെൽഫാണ് മുകളിൽ നിൽക്കുന്നത്, തിങ്കിങ് കപ്പാസിറ്റി ഈസ് നോട്ട് ബാലൻസ്ഡ്. ഓക്കെ, അപ്പോൾ എന്താണ്? ഇറ്റ്സ് പവർ ക്യാൻ ബി ഡിസ്ട്രക്റ്റീവ് ബോത്ത് ടു ആർസെൽസ് ആൻഡ് ടു ദ ലാർജർ സെൽഫ് സറൗണ്ടിങ് അസ്. ഓക്കെ, ഇപ്പം നോക്കൂ, നമ്മൾ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഇമോഷണൽ സെൽഫാണ് പൊന്തി നിൽക്കുന്നതെങ്കിൽ, ഇമോഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇമോഷൻസ് വരുമ്പോൾ നമുക്ക് നമ്മളല്ല അത്. ഓക്കെ, നമ്മൾക്കിപ്പോൾ ദേഷ്യം വരുമ്പം നമ്മളല്ല, നമ്മൾ വായി തോന്നിയതൊക്കെ വിളിച്ചു പറയും. ഓക്കെ, അപ്പോൾ അവിടെ എന്താണ്? നമ്മുടെ തിങ്കിങ് കപ്പാസിറ്റി ഈസ് നോട്ട് വർക്കിംഗ്. ഇറ്റ് ഈസ് ദി ഇമോഷണൽ സെൽഫ് ദാറ്റ് ഈസ് റൂളിങ് അസ്. അതുകൊണ്ടാണ് നമ്മൾ ദേഷ്യം വരുമ്പോൾ ഓരോന്ന് വിളിച്ചു പറയുന്നത്. അങ്ങനെ ഇമോഷണൽ സെൽഫൊക്കെ അടങ്ങി തിങ്കിങ് സെൽഫ് വർക്ക് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് നമ്മൾ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ റീതിങ്ക് ചെയ്യുന്നതും നമ്മൾ റിഗ്രറ്റ് ചെയ്യുന്നതും. അപ്പോൾ പറയുന്നത് എന്താണ്? ഈ നാല് കപ്പാസിറ്റീസും ബാലൻസ്ഡ് ആയി കഴിഞ്ഞാൽ മാത്രമേ ഒരു ഇൻഡിവിജ്വലിന് പ്രോപ്പറായിട്ട് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, so each capacity is important for an Okanagan individual. So as far as an Okanagan individual is concerned, the four capacities are very essential. Okay, so so we'll discuss the ഫിസിക്കൽ സെൽഫ് ഫസ്റ്റ്. ഓക്കെ, അപ്പം ഈ ഒരു പേജിൻ്റെ ലാസ്റ്റ് സ്റ്റാൻസിൽ നിങ്ങൾക്ക് കാണാം ഓക്കനാഗൻസ് ടീച്ച് അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഫിസിക്കൽ സെൽഫിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, ഓക്കനാഗൻസ് ടീച്ച് ദാറ്റ് ദി ബോഡി ഇസ് എർത്ത് ഇറ്റ് സെൽഫ്. Our flesh, blood, and bones are earth body. In in all cycles in which earth moves, so does our body. We are everything that surrounds us, including the vast forces uh, we only glimpse. If we cannot continue as an individual life form, we dissipate back into the larger self. Okay, so അതിൻ്റെ നെക്സ്റ്റ് പാരഗ്രാഫിലും ഇതിനെക്കുറിച്ചിട്ട് തന്നെയാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് അതുകൂടി വായിക്കാം. ആസ് ഓക്കനാഗൻസ് വി സീ ബോഡി ഈസ് സീക്രട്ട്. ഇറ്റ് ഈസ് ദ കോർ ഓഫ് എ ബീയിങ് which permits the rest of our self to be. It is the great gift of our existence. Our word for body literally means land dreaming capacity. So our last sentence important ആണ്. Okanagan people പറയുന്നത്, ജാനറ്റ് ആംസ്ട്രോങ് പറയുന്നത്, for the Okanagan community the word for body literally means
ദി ലാൻഡ് ഡ്രീമിങ് കപ്പാസിറ്റി. സോ നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ബോഡി എന്ന് പറയുന്നത്, ഒക്കനാഗൽ ലാംഗ്വേജിൽ പറയുന്നത് നമ്മൾ ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്താൽ അതെങ്ങനെയാണ് വരുന്നത്? ഇറ്റ് മീൻസ് ലാൻഡ് ഡ്രീമിങ് കപ്പാസിറ്റി എന്നാണ്. സോ ഇവിടെ ഫിസിക്കൽ സെൽഫ് എന്ന് ഉദ്ദേശിക്കുന്നത് ബോഡിയാണ്. ദ ലാൻഡ് ഡ്രീമിങ് കപ്പാസിറ്റി ഈസ് ദ വേർഡ് യൂസ്ഡ് ബൈ ഓക്കനാഗൻ ഫോർ ബോഡി. അപ്പോൾ ബോഡി എന്നുള്ളൊരു വേർഡിന് ഓക്കനാഗൻസ് ഉപയോഗിക്കുന്ന വേർഡാണ് ലാൻഡ് ഡ്രീമിങ് കപ്പാസിറ്റി. ഫോർ ദീസ് ഓക്കനാഗൻസ് ബോഡി ഇസ് സീക്രട്ട്. വളരെ പരിശുദ്ധമായിട്ടുള്ളൊരു കാര്യമാണ് ബോഡി എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് ദി കോർ ഓഫ് അവർ ബീയിങ്. ഇറ്റ് ഈസ് ദി ഗ്രേറ്റ് ഗിഫ്റ്റ് ഓഫ് അവർ എക്സിസ്റ്റൻസ്. ഓക്കെ, സോ ഇറ്റ് ഈസ് ദി കോർ, നമ്മുടെ ക്രക്സ് ഓഫ് അവർ ലിവിങ്, നമ്മുടെ എസെൻസ് ഓഫ് അവർ ലിവിങ് എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ബോഡിയാണ്. നമ്മൾ എക്സിസ്റ്റ് ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു പ്രൂഫാണ് നമ്മുടെ ബോഡി. ഷീ സേസ് ദാറ്റ് ദ ബോഡി കൺസിസ്റ്റ് ഓഫ് ഫ്ലഷ്, ബ്ലഡ് ആൻഡ് ബോൺ ആൻഡ് സോ ഇറ്റ് ഈസ് എർത്ത് ഇറ്റ് സെൽഫ്. അപ്പോൾ ബോഡി എന്ന് പറയുന്നത് ഫ്ലഷ്, ബ്ലഡ്, ബോൺസ് ആണ്. അപ്പോൾ അതെന്താണ്? ഇറ്റ് ഈസ് ആക്ച്വലി എർത്ത് ഇറ്റ് സെൽഫ്. ഓക്കെ, ഇതൊക്കെ ഒരു കാലത്ത് മണ്ണിലോട്ട് എന്താണ് ഇഴുകിച്ചേരാനുള്ളതാണ്. അപ്പോൾ അതെന്താണ്? ഫ്ലഷ്, ബ്ലഡ്, ബോൺസ് എന്നൊക്കെ പറയുന്നത് ഇറ്റ് ഈസ് എർത്ത് ഇറ്റ് സെൽഫ്. ബിക്കോസ് ഇറ്റ് ഈസ് എർത്ത് ഇറ്റ് സെൽഫ് ആൻഡ് ഇറ്റ് ഈസ് പാർട്ട് ഓഫ് ഓൾ സൈക്കിൾസ് ഓഫ് എർത്ത്. അപ്പം ബോഡി എന്ന് പറയുന്നത് എർത്ത് തന്നെ ആയതുകൊണ്ട്, ബോഡി എന്ന് പറയുന്നത് ഭൂമി തന്നെ ആയതുകൊണ്ട് ഈ എർത്തിൽ സംഭവിക്കുന്ന എല്ലാ സൈക്കിൾസും എന്താണ്? ഇറ്റ് ഈസ് ദ പാർട്ട് ഓഫ് അവർ ബോഡി ടു. ഓക്കെ, so all the cycles that is happening in the earth is also applicable to the body. So all the elements that are present in nature are also present in us. അതുകൊണ്ട് തന്നെ നേച്ചറിൽ കാണുന്ന എല്ലാ എലമെൻസും നമ്മുടെ ബോഡിയിലും ഉണ്ടെന്നാണ് ജാനറ്റ് ആംസ്ട്രോങ് പറയുന്നത്. സോ ബോഡീനെ വളരെ ഒരു സീക്രട്ട് ആയിട്ടുള്ള കാര്യമായിട്ടാണ് ഒക്കനാഗൻസ് കാണുന്നത്. ആൻഡ് ദേ ഇക്വേറ്റ് ബോഡി വിത്ത് എർത്ത്. സോ എർത്തിൽ നടക്കുന്ന എല്ലാ സൈക്കിൾസും നമ്മുടെ ബോഡിയിലും നടക്കുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദി ഫിസിക്കൽ സെൽഫ്. ഇറ്റ് ഈസ് നോൺ ആസ് ലാൻഡ് ഡ്രീമിങ് കപ്പാസിറ്റി. Okay, then we next focus on the emotional self. Okay, so in the third paragraph you can see the emotional self. The emotional self is that which connects to the other parts of our larger selves around us. We use a word that translates as heart. It is a capacity to form bonds with particular aspect of our surrounding. We say that we as people stay connected to each other, our land and all things by our heart. So emotional selves എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദ തിങ് വിച്ച് കണക്ട് അസ് വിത്ത് ദി സറൗണ്ടിങ്. ഞങ്ങളെ മറ്റുള്ള സറൗണ്ടിങ്സുമായിട്ട് കണക്ട് ചെയ്യുന്ന സെൽഫാണ് എന്ത്? ഇമോഷണൽ സെൽഫ് എന്ന് പറയുന്നത്. The term used by Okanagan's to refer to this emotional self is heart. ഓക്കെ, അപ്പോൾ അവർ ഇമോഷണൽ സെൽഫിന് ഒക്കനാഗൻസ് പറയുന്നത് ഹാർട്ട് എന്നാണ്. ഓക്കെ, ഇറ്റ് ഈസ് ദി കപ്പാസിറ്റി ടു ഫോം ബോൺസ് വിത്ത് ദി സറൗണ്ടിങ്. അപ്പോൾ ഈ ഇമോഷണൽ സെൽഫ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഹൃദയങ്ങൾ വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുക? ബന്ധം കീപ്പ് ചെയ്യുക, റൈറ്റ്? അപ്പോൾ അങ്ങനെ ഓർത്താൽ മതി. ഇറ്റ് ഈസ് എ കപ്പാസിറ്റി ടു ഫോം ബോൺസ് വിത്ത് ആർ സറൗണ്ടിങ്. സോ ഇറ്റ് ഈസ് വിത്ത് ദിസ് ഇമോഷണൽ സെൽഫ് ദാറ്റ് വി കീപ്പ് ബോൺസ്, അല്ലെങ്കിൽ വി ഫോം ബോൺസ് വിത്ത് ആർ സറൗണ്ടിങ്. ഞങ്ങളുടെ സറൗണ്ടിങ്സും ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയും ഒക്കെ ആയിട്ട് ഞങ്ങൾ ബോൺസ് കീപ്പ് ചെയ്യുന്നത് ബൈ മേക്കിംഗ് യൂസ് ഓഫ് ദിസ് ഇമോഷണൽ സെൽഫാണ്. ഓക്കെ, then the next self that is discussed in the next paragraph is this thinking intellectual self. Thinking intellectual self and has another name in Okanagan. അപ്പോൾ തിങ്കിങ് ഇൻ്റലക്ച്വൽ സെൽഫിന് ഓക്കനാഗൻസ് പറയുന്ന വേർഡ് എന്താണ് നോക്കിക്കേ? ആ വേർഡ് ഫോർ തിങ്കിങ് ഓർ ലോജിക് ആൻഡ് സ്റ്റോറേജ് ഓഫ് ഇൻഫർമേഷൻ ഇസ് ഡിഫിക്കൽട്ട് ടു ട്രാൻസ്ലേറ്റ് ഇൻ ടു ഇംഗ്ലീഷ്. സോ ജാനറ്റ് ആംസ്ട്രോങ് സേസ് ദാറ്റ് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു give you an English word for the thinking intellectual self. അതിനെ കുറച്ച് അതിൻ്റെ ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ടുള്ള വേർഡ്, അതായത് പ്രിസൈസ് ആയിട്ടുള്ളൊരു വേർഡ് പറയാൻ പറ്റില്ല, അതിന് ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ടുള്ളൊരു വേർഡ് എന്ന് പറയുന്നത് ദ വേർഡ് ദാറ്റ് കം ക്ലോസസ്റ്റ് ഇൻ മൈ ഇൻ്റർപ്രിട്ടേഷൻ മീൻ ദി സ്പാർക്ക് ദാറ്റ് ഇഗ്നൈറ്റ്സ്. അപ്പോൾ തിങ്കിങ് സെൽഫിന് ഉള്ള ഒക്കനാഗൻ വേർഡ്, അതായത് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ളൊരു ഒക്കനാഗൻ വേർഡ് എന്ന് പറയുന്നത്, അതിനെ ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതാണത്. എന്താണ്? ദ സ്പാർക്ക് ദാറ്റ് ഇഗ്നൈറ്റ്സ്.
We use the term that translates as directed by the ignited spark. ഓക്കെ, അപ്പം ഇവിടെ തിങ്കിങ് ആൻഡ് ഇമോഷണൽ സെൽഫ് എന്ന് പറയുന്നത് അവർ എങ്ങനെയാണ് അതിന് ഒക്കനാഗൻ ലാംഗ്വേജിൽ പറയാറ്? ഡിറക്റ്റഡ് ബൈ ഇഗ്നൈറ്റഡ് സ്പാർക്ക്. എന്തെങ്കിലും ഒരു സ്പാർക്ക് വരുമ്പോഴാണ് അവർ തിങ്ക് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ കണക്ട് ചെയ്യുക. അപ്പോൾ അവരെ സംബന്ധിച്ച് തിങ്കിങ് സെൽഫ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡിറക്റ്റഡ് ഓർ ഇറ്റ് ഈസ് ഇഗ്നൈറ്റഡ് ബൈ എ സ്പാർക്ക്. ഓക്കെ, അപ്പം ആ ഒരു ടേമാണ്. സോ തിങ്കിങ് ഓർ ഇൻ്റലക്ച്വൽ സെൽഫിന് ഓക്കനാഗൻ വേർഡ് എന്ന് പറയുന്നത് ഡിറക്റ്റഡ് ബൈ ഇഗ്നൈറ്റഡ് സ്പാർക്ക് ടു റെഫർ ടു ദി അനലറ്റിക്കൽ തോട്ട്. അപ്പോൾ അവർ അനലറ്റിക്കൽ തോട്ടിനെ അല്ലെങ്കിൽ തിങ്കിങ് പ്രോസസ്സിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടേമാണ് ഡിറക്റ്റഡ് ബൈ ദി ഇഗ്നൈറ്റഡ് സ്പാർക്ക്. In the Okanagan language, this means the other capacities we engage in when we take actions are directed by the spark of memory once ignited in it. അപ്പോൾ അവർ പറയുന്നത് എന്താണ്? ഓൾ ആക്ഷൻ ദാറ്റ് വി ആർ എൻഗേജ്ഡ് ഇൻ, ഞങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും എന്താണ്? ദേ ആർ ഇഗ്നൈറ്റഡ് ബൈ എ സ്പാർക്ക്. അതിൻ്റെയൊക്കെ പിറകിൽ അതിനെയൊക്കെ ഫോഴ്സ് ചെയ്യുന്ന ഒരു സ്പാർക്ക് ഉണ്ട്. ഞങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളെയും ഇഗ്നൈറ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്? മോട്ടിവേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇൻസ്പയർ ചെയ്യുക, അങ്ങനത്തെ ഒരു ടേമാണ്. ഓക്കെ, ഒരു കനലുണ്ടാക്കുക. ഓക്കെ, അപ്പം അവർ ചെയ്യുന്ന ഓരോ ആക്ഷനും എന്താണ്? ദേ ആർ എൻകറേജ്ഡ് ബൈ എ സ്പാർക്ക്. സോ തിങ്കിങ് ഇസ് ഡിസ്ക്രൈബ്ഡ് ഇൻ ടേംസ് ഓഫ് സ്പാർക്ക്. ഓക്കെ, അപ്പോൾ തിങ്കിങ് പ്രോസസ്സിന് അവർ കണക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ അവർ പറയുന്നത് സ്പാർക്ക് എന്നുള്ളൊരു ടേം വെച്ചിട്ടാണ് അവർ അതിനെ പറയുന്നത്. ഓക്കെ, ഇനി ഇൻ ദ ലാസ്റ്റ് പാരഗ്രാഫ് Janet Armstrong discusses about the Okanagan educational practices. Okay, so next she focus on the traditional Okanagan method of education. അതാണ് ലാസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത്. So what is unique about this system? Okanagan എഡ്യൂക്കേഷണൽ പ്രാക്ടീസസിനെ യുണീക്ക് ആക്കുന്നത്, ഇവരുടെ എല്ലാ കാര്യങ്ങളും യുണീക്കാണ്. സോ വാട്ട് മേക്ക് ദി എഡ്യൂക്കേഷണൽ പ്രാക്ടീസസ് യുണീക്ക്? അതിൻ്റെ ക്വാളിറ്റീസ് എന്ന് പറയുന്നത്, according to Janet Armstrong, the traditional Okanagan system lays huge emphasis on discipline. അപ്പോൾ അവരുടെ എഡ്യൂക്കേഷണൽ സിസ്റ്റം ഇസ് ബേസ്ഡ് ഓൺ ഡിസിപ്ലിൻ, അല്ലെങ്കിൽ ദേ ഗിവ് എ ലോട്ട് ഓഫ് ഇമ്പോർട്ടൻസ് ഓൺ ഡിസിപ്ലിൻ. Education helps one to respond beyond one's automatic response capacity. ഓക്കെ, അപ്പം ഈ നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു കാര്യം കണ്ടു, അപ്പം നമ്മൾ ജീവിതത്തിൽ ചെയ്യുന്ന പല കാര്യങ്ങളും എന്താണ്? റിഫ്ലെക്സ് ആക്ഷൻസ് ആകും അല്ലേ? ഇപ്പം അത് കാണുമ്പോൾ നമ്മൾ എന്താണ്? സഡനായിട്ട് നമ്മൾ റിയാക്ട് ചെയ്യും. ഓക്കെ, അപ്പം എഡ്യൂക്കേഷൻ നമ്മളെ പ്രാപ്തരാക്കുന്നത് എന്താണ്? എഡ്യൂക്കേഷൻ ഹെൽപ്സ് അസ് ടു റെസ്പോണ്ട് ബിയോണ്ട് വൺസ് ഓട്ടോമാറ്റിക് റെസ്പോൺസ് കപ്പാസിറ്റി. അതായത് നമ്മളിലുള്ള ഇമ്പൾസീവ് ബിഹേവിയറിനെ ഒന്ന് കൺട്രോൾ ചെയ്ത് കൊണ്ടുവരികയാണ് എഡ്യൂക്കേഷൻ ചെയ്യുന്നത്. അതായത് ഒരു കാര്യം കാണുമ്പോൾ അതിനെ ചാടിക്കേറി അതിൻ്റെ മുകളിൽ ഒരു കമൻറ്റ് പറയാതെ, അല്ലെങ്കിൽ ചാടിക്കേറി ആക്ഷൻ അതിനെ പറ്റി എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുക, ചിന്തിക്കാതെ നമ്മൾ ചെയ്യുന്ന കാര്യം, അതിനെയാണ് നമ്മൾ ഇമ്പൾസീവ് എന്ന് പറയാം. ഓക്കെ, അതിൻ്റെ കോൺസിക്വൻസസിനെ കുറിച്ച് ഒന്നും ചിന്തിക്കാതെ നമ്മൾ ചാടിക്കേറി ചെയ്യുന്ന കാര്യം. ഓക്കെ, അങ്ങനത്തെ ബിഹേവിയറാണ് ഇമ്പൾസീവ് ബിഹേവിയർ. അപ്പോൾ ഈ ഇമ്പൾസീവ്നെസ്സിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് എഡ്യൂക്കേഷൻ കൊണ്ട് ഓക്കനാഗൻസ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഇറ്റ് ഹെൽപ്സ് അസ് ടു കൺട്രോൾ it helps one to respond beyond one's automatic response capacity. ഓക്കെ, അപ്പം നമ്മൾ ഒന്നുകൂടി ഡിസിപ്ലിൻഡ് ആക്കുകയാണ് ചെയ്യുന്നത്. ആൻഡ് their traditional system gave more importance to discipline. ഡിസിപ്ലിൻ എന്നുള്ളൊരു കോൺസെപ്റ്റിന് അവർ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. എഡ്യൂക്കേഷൻ ഹെൽപ്സ് us to control our capacities. She ends up the paragraph by telling that a fire that is not controlled can destroy. ഓക്കെ, അപ്പം നമ്മളുടെ ഉള്ളിൽ ഉള്ള ഒരു ഫയർ, അതിനെ നമ്മൾ കൺട്രോൾ ചെയ്തിട്ടില്ലെങ്കിൽ ഇറ്റ് ക്യാൻ ഡിസ്ട്രോയ് എവറിത്തിങ്. ഓക്കെ, അപ്പം നമ്മൾ നമ്മുടെ ഇമോഷൻസിനെയും കാര്യങ്ങളൊക്കെ നമ്മളുടെ കയ്യിലായിരിക്കണം. അതിൻ്റെ ആ ഒരു എന്താണ് കൺട്രോൾ എന്ന് പറയുന്നത്, അതൊരിക്കലും പിടിവിട്ട് പോകാൻ പാടില്ല. അത് പോയി കഴിഞ്ഞാൽ അത് വലിയൊരു പ്രശ്നത്തിലോട്ട് നമ്മളെ കൊണ്ടുപോകും. അപ്പോൾ അങ്ങനെ നമ്മുടെ മൈൻഡിനെ അല്ലെങ്കിൽ നമ്മുടെ ബിഹേവിയറിനെയൊക്കെ കൺട്രോൾ ചെയ്യാനാണ് എഡ്യൂക്കേഷൻ എന്നാണ്, ആ ടൈപ്പ് ഓഫ് എഡ്യൂക്കേഷനാണ് ഓക്കനാഗൻ
സിസ്റ്റത്തിലുള്ളത്. ഓക്കെ, സോ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഡിസിപ്ലിൻ ആൻഡ് ഇറ്റ് ഹെൽപ്സ് us ടു കൺട്രോൾ ആർ ഇമോഷൻസ് അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് റെസ്പോൺസ് കപ്പാസിറ്റി. ഓക്കെ, അപ്പോൾ അത്രയാണ് അവിടെ പറയുന്നത്. Then, in the following paragraphs, this Janet Armstrong talks about family and community. ഇനി അടുത്ത ലാസ്റ്റ് 2 പാരഗ്രാഫ്സിൽ പറയുന്നത് ഫാമിലി ആൻഡ് കമ്മ്യൂണിറ്റീനെ കുറിച്ചിട്ടാണ്. ദി ഓക്കനാഗൻ ടീച്ച് ദാറ്റ് ഈച്ച് പേഴ്സൺ ഇസ് ബോൺ ഇൻ ടു എ ഫാമിലി ആൻഡ് എ കമ്മ്യൂണിറ്റി. സോ ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത് ഫാമിലി ആൻഡ് കമ്മ്യൂണിറ്റിയുടെ ഇമ്പോർട്ടൻസ് ആണ്. അപ്പോൾ ജാനറ്റ് ആംസ്ട്രോങ് പറയുന്നത് each of us, each Okanagan people are taught that each of us is born into a family and a community. ഞങ്ങൾ ജനിക്കുമ്പോൾ തന്നെ പറഞ്ഞ് പഠിപ്പിക്കുന്നൊരു കാര്യമാണ്, നമ്മളെപ്പോഴും ജനിക്കുന്നത് ഒരു ഫാമിലിയിലോട്ടും ഒരു കമ്മ്യൂണിറ്റിയിലോട്ടുമാണ്. ഓക്കെ, നോ പേഴ്സൺ ഇസ് ഐസൊലേറ്റഡ് ഫ്രം ദീസ് 2 തിങ്സ്. അപ്പം ഈ 2 കാര്യങ്ങളിൽ നിന്നും ആരും ഐസൊലേറ്റഡ് അല്ല, ആരും മാറ്റി നിർത്തപ്പെടുന്നില്ല. എല്ലാവരും ജനിക്കുന്നത് ഒരു ഫാമിലിയിലോട്ടും ഒരു കമ്മ്യൂണിറ്റിയിലോട്ടുമാണ്. ആ കമ്മ്യൂണിറ്റി ഏതാണ്? ഓക്കനാഗൻ കമ്മ്യൂണിറ്റി. ഓക്കെ, സോ അവരൊരു ഫാമിലിയിലോട്ടും അവരൊരു കമ്മ്യൂണിറ്റിയിലോട്ടുമാണ് ജനിക്കുന്നത്. ആൻഡ് ദി ഇൻഡിവിജ്വൽസ് ആക്ഷൻ എഫക്റ്റ് ഓൾ വിത്തിൻ ദി ഫാമിലി ആൻഡ് എ കമ്മ്യൂണിറ്റി. അപ്പം അവർ ജനിച്ചു വീഴുന്നത് ഈ 2 കാര്യങ്ങളിലോട്ടാണ്. ഒന്ന്, ഒരു ഫാമിലിയും ഉണ്ട്, ഒരു കമ്മ്യൂണിറ്റിയും ഉണ്ട്. സോ ഞാൻ പറഞ്ഞു, നമ്മൾക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ആ ഐഡൻറ്റിറ്റിയുടെ ഉള്ളിൽ നിന്ന് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യവും നമ്മളുടെ ആ ഒരു ഐഡൻറ്റിറ്റീനെ എഫക്റ്റ് ചെയ്യും. സോ ഒരു ഇൻഡിവിജ്വൽ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഇറ്റ് വിൽ എഫക്റ്റ് ബോത്ത് ദിസ് family and community. See, if you are belonging to a particular family, if you are a part of a community, നിങ്ങൾ ആ കമ്മ്യൂണിറ്റിയുടെയും നിങ്ങൾ ആ ഫാമിലിയുടെയും ഉള്ളിൽ നിന്ന് നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഈ 2 കാര്യങ്ങളും എഫക്റ്റ് ചെയ്യും. ഓക്കെ, അപ്പം പറയുന്നത് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ കോൺഷ്യസ് ആയിരിക്കണം. ഓക്കെ, വി ഷുഡ് ബി അവെയർ. കാരണം നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഈ 2 കാര്യങ്ങളെ, ഫാമിലിനെയും കമ്മ്യൂണിറ്റീനെയും എഫക്റ്റ് ചെയ്യും. ഓക്കെ, ബിക്കോസ് ഓഫ് ദിസ് there is a bond formed there is a bond formed. ഓക്കെ, അപ്പോൾ ഒരു പേഴ്സണും ഐസൊലേറ്റഡ് അല്ല, ഒരു പേഴ്സണും ഒറ്റയ്ക്കല്ല, അവിടെ ഒരു ബോണ്ട് ഫോം ചെയ്യുന്നുണ്ട്. ആ ബോണ്ട് ഓഫ് ടുഗെദർനെസ്. ഓക്കെ, ഒറ്റയ്ക്കല്ല ആരും, എല്ലാവർക്കും ഫാമിലിയും കമ്മ്യൂണിറ്റിയും ഉണ്ട്. സോ there is a bond of togetherness. If there is no such bond, the person becomes crippled or he becomes incapacitated or lifeless. അപ്പം ഇങ്ങനെ ഇങ്ങനെയൊരു കാര്യങ്ങൾ, അതായത് ഈ ഫാമിലി കമ്മ്യൂണിറ്റി എന്നുള്ളൊരു ആസ്പെക്റ്റ് അവരുടെ ലൈഫിലില്ലെങ്കിൽ ദ മാൻ അല്ലെങ്കിൽ ദ പേഴ്സൺ ബിക്കംസ് ക്രിപ്പിൾഡ് ഓർ ഇൻകപ്പാസിറ്റേറ്റഡ്. അതായത് ഇൻകപ്പാസിറ്റേറ്റഡ് എന്ന് വെച്ചാൽ പവർലെസ്, ഒരു പവറും ഇല്ലാതെ ലൈഫ്ലെസ് ആയിട്ട് മാറും. ഓക്കെ, നോട്ട് ടു ഹാവ് എ കമ്മ്യൂണിറ്റി ഓർ ഫാമിലി ഇസ് ടു ബി സ്കാറ്റേർഡ് ഓർ ഫാളിങ് അപ്പാർട്ട്. ഓക്കെ, അപ്പോൾ ഒരു ഫാമിലിയും ഒരു കമ്മ്യൂണിറ്റിയും ഇല്ലാതിരിക്കുക എന്നൊക്കെ പറയുമ്പം ഇറ്റ് മീൻസ് ദേ ആർ സ്കാറ്റേർഡ് ഓർ ഫാളിങ് അപ്പാർട്ട്. സോ അതാണ്. അപ്പോൾ ഫാമിലീനെ കുറിച്ചിട്ടും കമ്മ്യൂണിറ്റീനെ കുറിച്ചിട്ടും അതിൻ്റെ ഇമ്പോർട്ടൻസുമാണ് ആ ഒരു പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത്. Then coming to the last paragraph, the Okanagan refers to relationship to others by the word that means our one skin. ഓക്കെ, അപ്പം റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് പറയുമ്പോൾ അവർ യൂസ് ചെയ്യുന്നൊരു വേർഡാണ് അവർ വൺ സ്കിൻ. അപ്പം നമ്മൾ പറയാറില്ലേ, വി ആർ കണക്റ്റഡ് ബൈ അവർ ഹാർട്ട്സ്. അപ്പം നമുക്ക് ഒരേ മനസ്സാണെന്നൊക്കെ പറയുന്നത് പോലെയാണ് ഓക്കനാഗൻസ് പറയുന്നത്. അവരുടെ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ പറയാൻ വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്യുന്ന പേരാണ് വി ഓക്കനാഗൻസ് ഹാവ് വൺ സ്കിൻ. ഓക്കെ, we share more than a space, a physical tie that is uniquely human. Even though we share more than a space, there is a physical tie that is uniquely human. ഓക്കെ, അപ്പം ഈവൻ ദോ ഞങ്ങൾ വേറെ വേറെ സ്ഥലത്താണ്, അല്ലെങ്കിൽ വേറെ വേറെ സ്പേസസ് ആണ്, അല്ലെങ്കിൽ ഞങ്ങൾ വേറെ വേറെ ഇൻട്രസ്റ്റ് ആണ് ഷെയർ ചെയ്യുന്നതെങ്കിൽ കൂടിയും there is a tie അല്ലെങ്കിൽ there is a bond between us. ഓക്കെ, അപ്പം ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കണക്ട് ചെയ്യുന്നൊരു ബോണ്ടുണ്ട് ഞങ്ങളുടെ ഇടയിൽ. ആ ഒരു കമ്മ്യൂണിറ്റി എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ട് ഞങ്ങളുടെ ഇടയിൽ. ഒരു ആസ് ഹ്യൂമാനിറ്റി എന്നുള്ളൊരു വികാരമുണ്ട് ഞങ്ങളുടെ ഇടയിൽ. ഓക്കെ, ദാറ്റ് ഈസ് വാട്ട് ഈസ് മേക്കിംഗ് അസ് യുണൈറ്റഡ്. ആൻഡ് ഇതിൽ ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് ആ ലാസ്റ്റ് സെൻറ്റൻസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. മോസ്റ്റ് സീരിയസ് ടീച്ചിങ് ഇസ് ദാറ്റ്
Community comes first in our choices, then family, then ourselves. Because without community and family, we are truly not human. ഓക്കെ, അപ്പം ഞങ്ങളുടെ ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടീച്ചിങ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദാറ്റ് കമ്മ്യൂണിറ്റി കംസ് ഫസ്റ്റ് ഇൻ ആർ ചോയ്സസ്. ഞങ്ങൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സിൽ നമ്മളൊക്കെ ഒരു കാര്യം ചെയ്യുമ്പോൾ എന്താണ്, എനിക്കെന്താണ് ഈ കാര്യം ചെയ്യുമ്പോൾ ബെനിഫിറ്റ് ഉണ്ടാവുക, എന്തൊക്കെയാണ് ലാഭം, എനിക്ക് എത്ര നഷ്ടം, നമ്മൾ അങ്ങനെയാണ് ചിന്തിക്കാറ്, റൈറ്റ്? ഓക്കെ, ബട്ട് ഓക്കനാഗൻസിനെ വെച്ച് നോക്കുമ്പോൾ ഓക്കനാഗൻസ് പറയുന്നത് എന്താണ്, ഞങ്ങളുടെ ലൈഫിൽ ഓരോ കാര്യം ചെയ്യുമ്പോഴും ദ ഫസ്റ്റ് ആൻഡ് ദ ഫോർമോസ്റ്റ് തിങ് ദാറ്റ് കംസ് ഇൻ ടു അവർ മൈൻഡ് ഇസ്, അല്ലെങ്കിൽ ഫസ്റ്റ് പ്രയോറിറ്റി അവർ കൊടുക്കുന്നത് എന്താണ്, കമ്മ്യൂണിറ്റിക്കാണ്. ഇറ്റ് ഈസ് ദി കമ്മ്യൂണിറ്റി വിച്ച് കംസ് ഫസ്റ്റ് ഇൻ ആർ ചോയ്സസ്. രണ്ടാമത് വരുന്നതാണ് ഫാമിലി. ഓക്കെ, അപ്പോൾ അവർ കുറച്ചുകൂടി സോഷ്യലാണ്, അവർ പേഴ്സണൽ അല്ല, അവർ സോഷ്യലാണ്. ദേ ലിവ് ഫോർ ദി കമ്മ്യൂണിറ്റി, ദേ ലിവ് ഫോർ ദി വെൽ ബീയിങ് ഓഫ് സൊസൈറ്റി, നോട്ട് ഫോർ ദെംസെൽസ് ഓൺലി. ഓക്കെ, അപ്പം അവരെന്താണ്, കമ്മ്യൂണിറ്റിയാണ് ആദ്യം വരുന്നത്, രണ്ടാമത് ഫാമിലി, മൂന്നാമതാണ് ഞങ്ങൾ അല്ലെങ്കിൽ ഞാൻ ഉള്ളൊരു വികാരം വരുന്നത് ഏറ്റവും മൂന്നാമതാണ്. അപ്പോൾ അവിടെ എന്താണ് പറയുന്നത്, യൂണിറ്റി, കമ്മ്യൂണിറ്റി, ഹാർമണി, എന്താണ് ഒരു ടുഗെദർനെസ്, ആ ഒരു കാര്യത്തിനാണ് ഓക്കനാഗൻസ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് ചാപ്റ്റർ. ഹോപ്പ് ദ തിങ്സ് ആർ ക്ലിയർ. അപ്പോൾ ഓക്കനാഗൻ കമ്മ്യൂണിറ്റീസിനെ കുറിച്ചിട്ടും ഓക്കനാഗൻസിൻ്റെ ഡിസ്റ്റൻറ്റ് ഫീച്ചേഴ്സിനെ കുറിച്ചിട്ടുമാണ് ജാനറ്റ് ആംസ്ട്രോങ് പറഞ്ഞത്. ആൻഡ് ആദ്യം അവരുടെ ഐഡൻറ്റിറ്റീനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്, പിന്നീട് ആ ഒരു 4 കപ്പാസിറ്റീസിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്, അവരുടെ അവരുടെ ട്രഡീഷണൽ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ആൻഡ് ഷീ സംസ് അപ്പ് വിത്ത് ദി കോൺസെപ്റ്റ് ഓഫ് കമ്മ്യൂണിറ്റി ആൻഡ് ഫാമിലി. അതിൻ്റെ ഒരു ഓർഡർ, ആദ്യം കമ്മ്യൂണിറ്റി, പിന്നെ ഫാമിലി, പിന്നെ ഹ്യൂമൻ ബീങ്സ് അല്ലെങ്കിൽ സെൽസ് എന്നുള്ള ഒരു രീതിയിലാണ് അവർ ജീവിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഓക്കനാഗൻസിനെ യുണീക്ക് ആക്കുന്നത് അല്ലെങ്കിൽ ഡിസ്റ്റിൻ്റ് ആക്കുന്നത്. ഓക്കെ, അപ്പോൾ അവരുടെ കൾച്ചറിനെ ഈ ഇൻഡിജീനിയസ് കൾച്ചറുമായിട്ട് അൺഅവെയർ ആയിട്ടുള്ള ഔട്ട്സൈഡ് വേൾഡിലുള്ള ആൾക്കാർക്ക് വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് ഈ ഒരു ആർട്ടിക്കിളിലൂടെ ജാനറ്റ് ആംസ്ട്രോങ് ശ്രമിക്കുന്നത്. ഓക്കെ, ഹോപ്പ് ദ തിങ്സ് ആർ ക്ലിയർ. താങ്ക് യു.